MAS കോളേജിന്റെ KSWDC ആൻഡ് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഇന്റർവ്യൂ സെഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഞങ്ങൾ BSc ഫൈനൽ ഇയർ സൈക്കോളജി സ്റ്റുഡൻസ് ആണ്. സോ സൈക്കോളജി ഫീൽഡിൽ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ വലിയ അക്കോമഡേഷൻസ് നേടിയെടുത്ത ഒരു വ്യക്തിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അഫസ് വെൽനസ് ക്ലിനിക്കിന്റെ ചീഫ് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആൻഡ് സൈക്കോസ്റ്റർ എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമിന്റെ co-founder ആൻഡ് CEO മിസസ് അഫ അബ്ദുൽ നാഫിർ. അഫ മാമിനെ ഈ സെഷനിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. സോ മാം ആദ്യം ഒരു എഞ്ചിനീയർ സ്റ്റുഡന്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സൈക്കോളജി ഫീൽഡിലേക്ക് വരാനുള്ള റീസൺ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡ് തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ കാരണം? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ co-founder അല്ല ഫൗണ്ടർ ആണ് കേട്ടോ സൈക്കോസ്റ്റയുടെ. കാരണം co-founders ഇല്ല, ഒന്ന് തിരുത്തുവാണ്. ആൻഡ് എന്തുകൊണ്ട് എഞ്ചിനീയറിംഗ് ഉപേക്ഷിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ദാറ്റ് വാസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. എന്റെ പാരന്റ്സ് ഡിസൈഡ് ചെയ്തായിരുന്നു. കാരണം എന്റെ ആൾക്കാർക്ക്, എന്റെ ഉമ്മയുടെ സിസ്റ്റർ, ഹസ്ബൻഡ് എഞ്ചിനീയർ ആയിരുന്നു. സോ പുള്ളിക്കാരൻ ഒരു മോട്ടിവേറ്റ് ചെയ്തു, നീ എഞ്ചിനീയർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വിൻഡോസ് ഒക്കെ ഇടാം, അങ്ങനെയാവും ഇങ്ങനെയാന്ന് പറയുമ്പോൾ ഒരു എഞ്ചിനീയറിന്റെ അടുത്ത് അത് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ തീരുമാനിക്കുകയാണ് എഞ്ചിനീയറിംഗ് പോവാന്നുള്ളത്. എനിക്ക് മെഡിക്കൽ ഫീൽഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓരോരുത്തരും മെന്റലിസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞ് ഹിപ്നോട്ടൈസ് ചെയ്യുന്ന വീഡിയോസ് ഒന്നാകുന്നുണ്ട്. ലൈക്ക് മരിച്ചു പോയവരെ കാണിച്ചു കൊടുക്കുക, ആക്ടേഴ്സിനെ കാണിച്ചു കൊടുക്കുക. ഇതിനെ കുറിച്ചിട്ട് മാമിന് എന്താ പറയാൻ പോകുന്നത്? മെന്റലിസം ഹിപ്നോട്ടിസം ഒരു ആർട്ടാണ്, അടിപൊളി ആർട്ടാണ്, മാജിക് പോലെയുള്ള. പക്ഷെ അത് ഇതിനായിട്ട് മിക്സ് ചെയ്തതെന്ന് മാത്രമേ നല്ല രസമുള്ള. കാരണം സജസ്റ്റബിൾ ആയിട്ടുള്ള ഒരാളെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാം, ഇതൊക്കെ ചെയ്യിപ്പിക്കാം. ഇത് സൈക്കോളജിയുമായിട്ടുള്ള ഒരു കറക്ഷൻ പറയുന്ന സമയത്ത് യു ആർ നോ സിഗ്മണ്ട് ഫ്രോയിഡ് അല്ലെ? സിഗ്മണ്ട് ഫ്രോയിഡ് അദ്ദേഹം ഒരു ന്യൂറോളജിസ്റ്റ് ആയിരുന്നു, ഞരമ്പരോഗ വിദഗ്ധനായിരുന്നു അല്ലെ. അപ്പൊ അദ്ദേഹം നോക്കുന്ന സമയത്ത് ചില ആളുകളുടെ കൈ വഴഞ്ഞിട്ടുണ്ട്, പാരലൈസ്ഡ് ആയിട്ടുണ്ട്, ബ്ലൈൻഡ് ആയിട്ടുണ്ട്, അങ്ങനെയൊക്കെ കുറെ കേസസ് കണ്ടു. പക്ഷെ അവർക്ക് ബോഡിക്ക് ഒരു കുഴപ്പമില്ല, അതായത് ബയോളജിക്കലി ഫിസിക്കലി പെർഫെക്റ്റ് ആണ്. അപ്പൊ അദ്ദേഹം ആദ്യമായിട്ടായി അദ്ദേഹം ചാർട്ട് എടുത്തു പോയിട്ട് ഹിപ്നോട്ടിസം പഠിക്കുകയാണ്. ഇത് ഹിപ്നോട്ടിസിൽ ചെയ്തെന്താ വെച്ചാല് ഈ കാല് കൊണ്ട് ആളെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് നടക്കാൻ പറയുവാണ് നടക്കുന്നുണ്ട്. അവിടെ അദ്ദേഹം എന്ത് ചെയ്തു, ഹിപ്നോട്ടിസത്തിലൂടെ ആള് നടപ്പിച്ചപ്പോ മനസ്സിലായത് എന്താണ്, അയാൾക്ക് മൈൻഡിനാണ് പ്രോബ്ലം, ബോഡിക്ക് ഒരു പ്രോബ്ലം ഇല്ല, അയാൾ ഫേക്ക് ചെയ്യുകയല്ല എന്നുള്ള കാര്യം. പിന്നീട് ഫ്രോയിഡിനെ തിരുത്തി ഇതൊരു ചികിത്സ രീതിയായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം എല്ലാവരെയും നമുക്ക് ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റില്ല, എല്ലാവർക്കും നമുക്ക് മെന്റലിസം ചെയ്യാൻ പറ്റില്ല. സജസ്റ്റബിൾ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവർക്ക് മാത്രമേ നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പൊ ദാറ്റ്സ് എ വെരി ഗുഡ് ആർട്ട്. അതൊരു സ്കില്ലാണ്. അതൊരു ചികിത്സാ രീതിയോ അല്ലെങ്കിൽ സൈക്കോളജിയുമായിട്ടോ അതിന് ബന്ധമില്ല എന്നാണ് പറയുന്നത്. ബന്ധമുണ്ടെങ്കിൽ നമ്മളൊരു ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവില്ലേ, ഓൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ ഹിപ്നോസിസ് വരുന്നുണ്ടെന്നല്ലാതെ എവിടെയാണ് നമുക്ക് അതിന്റെ ഇന്റർനാഷണൽ ടെക്സ്റ്റ് ബുക്കിലെ ഹിപ്നോട്ടിസം അല്ലെങ്കിൽ മെന്റലിസം ഒക്കെ പഠിക്കാനുള്ളത്? അത്രയുള്ളൂ. അപ്പൊ അതിൽ ആർക്കാണ് നിങ്ങൾ മുതുകായിട്ടും അല്ലെങ്കിൽ പണ്ട് ഒരു ഇംഗ്ലീഷ് ചാനലിന്റെ ഒരു കറുത്ത മുഖം മൂടിയിട്ടിട്ട് ഒരു മാജിക് ചെയ്യാം, അതേ റിവീൽ ചെയ്യാം. ആദ്യമൊക്കെ നിന്ന് നിൽക്കൽ പോകും. ഇനിയിപ്പോ നോക്കുകയാണെങ്കിൽ മലപ്പുറത്ത് സ്ട്രീറ്റ് മജീഷ്യൻ ഉണ്ടായിരുന്നു. ഒരു മാങ്ങാണ്ടിയിൽ നിന്ന് അദ്ദേഹം നിമിഷ നേരം കൊണ്ട് മാങ്ങ ഉണ്ടാക്കിയ പറഞ്ഞിട്ട് അവിടെ തന്നെ കൂളി കഴിക്കും. അതൊരു ആർട്ടാണ്. നമ്മൾ ഇങ്ങനെ വട്ടത്തിൽ നിൽക്കുക ആളുകൾ അവിടെ നിന്നൊരു മാജിക് കാണിക്കാണ്. അതുപോലെ ഒരു ആർട്ടാണ് എന്ത് മെന്റലിസം ഹിപ്നോട്ടിസം. അതുള്ള ഒരു സംഭവം തന്നെ. പക്ഷെ അതിന് സൈക്കോളജിയുമായിട്ട് എന്തില്ല കണക്ഷൻ ഇല്ല. അത്രയും അത് ആർട്ടായിട്ട് കാണാം. ഓക്കെ, കോളേജിലേക്ക് വന്ന ശേഷമാണ് അപ്പോ എനിക്ക് ഒരു ഡെന്റിസ്റ്റ് പോലും ആവാൻ പറ്റില്ല എന്നെനിക്കറിയാം. അപ്പൊ എന്തെടുക്കണം എന്ന് എനിക്ക് അറിയാത്തപ്പോ എടുത്തു പോയിട്ടുള്ള ഒരു ഫീൽഡാണ് എഞ്ചിനീയറിംഗ്. പക്ഷെ ഇത് നന്നായി പഠിക്കായിരുന്നു, നന്നായിട്ട് പഠിച്ചു, അത്യാവശ്യം നന്നായിട്ട് തന്നെ മാർക്ക് സ്കോർ ചെയ്തു, പാസ്സായി, ക്യാമ്പസിൽ പ്ലേസ്ഡ് ആയി, അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ഒരാഴ്ച കൊണ്ട് എനിക്ക് മടുത്തു, ഇതെനിക്ക് പറ്റിയ പണിയല്ല എന്ന്. അവിടെ നിന്നാണ് വീട്ടമ്മ എന്നൊരു ലേബലിലേക്ക് ഒരു 2-3 വർഷം ഒതുങ്ങിയത്. ആ ഒതുങ്ങിയ സമയത്താണ് ശരിക്കും പറഞ്ഞൊരു മെന്റൽ ബ്രേക്ക് ഡൗൺ. അതായത് ഞാൻ ഇതൊന്നുമല്ല, എന്റെ വീട്ടിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. രാവിലെ എണീക്കുമ്പോഴത്തേക്കും ചായക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, അത് കഴിക്കുക, വെറുതെ ഇരിക്കുക, ഫോൺ കളിക്കുക. പക്ഷെ അപ്പോഴേക്കും എന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതെല്ലാം ഞാൻ എവിടെയോ എനിക്ക് എന്നെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങുന്നുണ്ട്, ആരെങ്കിലും ഒന്ന് ചില്ല ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അവിടെ നിന്നാണ് വീണ്ടും പഠിക്കണം എന്നൊരു തോന്നല് വരുന്നതും. തോന്നൽ നല്ല ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഹസ്ബൻഡിന്റെ മദറിനെ എടുത്ത് പറയണം, അവർക്ക് മനസ്സിലായി വീട്ടിലിരിക്കുന്നതുകൊണ്ടാണുള്ള പ്രശ്നമെന്ന്. അങ്ങനെയാണ് കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യുന്നത്. BA ഇംഗ്ലീഷ് ആയിരുന്നു ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്, ഡിഗ്രി എടുക്കാന്നുള്ളത്.
അവിടെ പോയി പിന്നെ ഒരാഴ്ച കൊണ്ട് മനസ്സിലായി ഇതും എനിക്ക് പറ്റിയ പണിയില്ല. അവിടെ ഞാൻ ഇത് കംപ്ലീറ്റ് ആക്കാൻ നോക്കിയാൽ നേരെ പ്രിൻസിപ്പളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു എനിക്ക് മാറ്റി തരണം, എനിക്ക് പറ്റുന്ന ലിറ്ററേച്ചർ ഇപ്പം എനിക്ക് അത്ര കണ്ട് വഴങ്ങില്ല. അവിടെ നിന്നാണ് ആക്സിഡന്റലി സൈക്കോളജിയിലേക്ക് എത്തിപ്പെടുന്നത്. ബട്ട് അവിടുന്ന് മേ ബി ദിസ് ഇസ് മൈ ഡെസ്റ്റിനി. അതിൽ നിന്ന് പിന്നെ സെക്കൻഡ് ഇയർ ഒക്കെ എത്തുമ്പോഴേക്കും ഒരു പാഷൻ കയറി വന്നു. അവിടെ നിന്നാണ് ഓരോന്നും ക്രേവിങ് തന്നെയായിരുന്നു, പഠിക്കാനുള്ള ക്രേവിങ്. കാരണം മനുഷ്യ മനസ്സിനെ പഠിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. കാരണം ഇപ്പൊ ഒരാള് പറയുന്നത് കള്ളമാണോ സത്യമാണോ എന്ന് പോലും തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്ന അത്രയും മനസ്സ് വായിക്കാനൊന്നും പറ്റില്ല കേട്ടോ. തിരുത്തി പറഞ്ഞു തരാം, ഒരാളുടെ മനസ്സ് നമുക്ക് വായിക്കാൻ പറ്റില്ല. ബട്ട് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിയർ നോൺ വെർബൽ ക്യൂസ്. അതുപോലെ തന്നെ അവരുടെ കഥയിലൂടെ അവരുടെ പ്രശ്നം എന്താ നമുക്ക് മനസ്സിലാക്കിയിട്ട് അതവർക്ക് സോൾവ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. ആസ് ഹ്യൂമൻ മൈൻഡ് ഇസ് വെരി കോംപ്ലക്സ്. ബാക്കിയുള്ള സബ്ജക്ട്സ് ഒക്കെ മനുഷ്യന് ചുറ്റുമുള്ളതിനെയാണ് പഠിക്കുന്നതെങ്കിൽ സൈക്കോളജി പഠിക്കുന്നത് ആ മനുഷ്യനാണ്. സോ അത്രയും പ്രിയപ്പെട്ട ഒരു വിഷയം. ഇപ്പം സൈക്കോസ്റ്റയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങള് ഫസ്റ്റ് ടൈം മുതലേ എക്സാംസിനൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു PDF ആണ് സൈക്കോസ്റ്റ. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ് സൈക്കോസ്റ്റ എന്നുള്ളത്. അപ്പൊ ഈ സൈക്കോസ്റ്റ എന്നുള്ള ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം തുടങ്ങാനുള്ള റീസൺ എന്താണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇതാണ് വേണ്ടത് എന്ന് വിചാരിച്ച ഒരു കാരണം എന്തായിരുന്നു? ഫസ്റ്റ് തുടങ്ങിയത് പഠിപ്പിക്കലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് ഒരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ 10ാം ക്ലാസ് മുതൽ ട്യൂഷൻ എടുക്കുന്നുണ്ട്. ഞാൻ ഇവിടുത്തെ WCന്റെ പ്രോഗ്രാമിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കൈ നീട്ടി പൈസ മേടിക്കുക എന്ന് പറയുന്നത് പണ്ടൊട്ടേ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് 30 രൂപയാണ് ആദ്യമായിട്ട് ട്യൂഷൻ ഫീസ് ആയിട്ട് കിട്ടുന്നത്. അതെനിക്ക് ഭയങ്കര വലിയൊരു എന്താ പറയുക അഭിമാന നിമിഷം തന്നെയായിരുന്നു. 10ാം ക്ലാസ് മുതൽ ഈ പറഞ്ഞ എഞ്ചിനീയറിംഗ് കാലഘട്ടത്തിലൊക്കെ എന്റെ ഫീസ് ഞാൻ തന്നെ അടച്ചു. വെരി പ്രൗഡ് അബൌട്ട് ദാറ്റ്. ഞാൻ തന്നെയാണ് എന്റെ ഫീസൊക്കെ അടച്ചത്. ഈ കിട്ടുന്ന ട്യൂഷൻ ഫീസ് കൂട്ടി വെച്ചിട്ടാണ് ഫീസ് അടയ്ക്കാനുള്ളത്. അപ്പോ പഠിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമായി. ആദ്യം എനിക്ക് പഠിപ്പിച്ചിട്ട് മടുത്തു പോയത് എഞ്ചിനീയറിംഗ് വിഷയം മാത്രമാണ്. ബാക്കിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒക്കെ എത്തുന്ന സമയത്ത് ഞാൻ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കും. അവർക്ക് ഈ സാധനം ഞാൻ വീട്ടിൽ വന്നിട്ട്, അതായത് ടോപ്പിക്സ് പഠിപ്പിയുടെ ബുക്കൊക്കെ ആയിരുന്നു അന്ന്. കാരണം ഫുൾ ലൈബ്രറിയിൽ ബുക്കൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ട്, കാരണം ഇത് ലാസ്റ്റ് ആണ്, ഇനി പഠിക്കാൻ പോവാനില്ല. വീട്ടിൽ വന്നിട്ട് നോട്ട് ചെയ്തു. മേ ബി യു പീപ്പിൾ ഹാവ് സീൻ മൈ നോട്ട്സ്. ഞാൻ ഹാൻഡ് റൈറ്റൻ നോട്ട് എഴുതായിരുന്നു, പല പല കളേഴ്സിൽ നോട്ടൊക്കെ എഴുതിയിട്ട് അത് ഞാൻ എന്റെ 1-2 ഫ്രണ്ട്സിനെ പഠിപ്പിച്ചു കൊടുക്കും. അവർക്ക് വോയിസ് നോട്ട്സ് അയച്ചു കൊടുക്കും. ആ എക്സാം കഴിഞ്ഞ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തത് അവർക്ക് നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പൊ ഭയങ്കര ഒരു കോൺഫിഡന്റിൽ വന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ കോളേജിൽ പുറത്തുള്ളവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ഗ്രൂപ്പിലൊക്കെ ഞാൻ ഇങ്ങനെ വോയിസ് ഒക്കെ ഇട്ടെടുക്കാൻ തുടങ്ങി. അന്നൊരു ഫ്രണ്ട് അവിടുന്ന് മീറ്റ് ചെയ്ത ഫ്രണ്ട്, നമുക്കിതൊരു ഓപ്പർച്യൂണിറ്റി ആക്കിക്കൂടെ. അപ്പൊ ഞാൻ എന്റെ കാര്യം പഠിക്കാൻ, എനിക്ക് ഡിഗ്രി പോലും ഇല്ല. അപ്പോ നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അന്ന് ഓഫ്ലൈൻ ആയിട്ടാണ് ആദ്യത്തെ ക്ലാസ് പറഞ്ഞത്. അന്ന് ഓൺലൈൻ ഇത്ര പ്രചാരത്തിലില്ലല്ലോ. ഞാൻ ഡിഗ്രി 3rd ഇയർ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രിപ്പറിംഗ് സ്റ്റുഡൻസിന് മാമിനെ കൊടുക്കാനുള്ള അഡ്വൈസ് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഫൈൻഡ് യുവർ പാഷൻ. ഏത് ഏരിയയാണ് പാഷൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താവാം, ക്രിയേറ്റീവ് ആവാം. ഈ ഒരു മേഖലയിൽ ഒത്തിരി ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ വേണ്ടി പറ്റും അല്ലേ? കാരണം സ്ട്രക്ചറേ മാറി. കൊറോണയ്ക്ക് മുന്നും പിന്നും എന്നൊരു അവസ്ഥയിലേക്ക് മാറി നമ്മള്. സോ ദർ ആർ ലോട്ട്സ് ഓഫ് ഓപ്പർച്യൂണിറ്റി. അപ്പം നമ്മളതായിട്ടുള്ള ഒരു യുണീക്ക് സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഞങ്ങൾ എന്നെ പോലെ ആവാൻ നിങ്ങൾ ആരും ശ്രമിക്കരുത്. അല്ലെങ്കിൽ ഞാൻ വേറൊരാളെ സ്റ്റൈൽ ഒരിക്കലും കോപ്പി ചെയ്യില്ല. അപ്പൊ അതെന്താവും, നമുക്ക് കുറെ കഴിയുമ്പോൾ പറ്റാതെയാവും. ഒരു മാസ്കിംഗ് പോലെ ആയിട്ട് മാറും. ഫൈൻഡ് യുവർ പാഷൻ ആൻഡ് ട്രൈ ടു ബിൽഡ് യുവർ ഓൺ കരിയർ. ഓക്കെ, അപ്പോ കരിയർ കണ്ടെത്തുക. കരിയർ ആവുമ്പോൾ നമുക്ക് മടുപ്പില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. ആൻഡ് സ്കില്ലാണ് ഡെവലപ്പ് ചെയ്യുക. ഒരിക്കലും ഇൻബോൺ ക്യാരക്ടറിസ്റ്റിക്സ് അല്ല എന്താ ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടിരിക്കുകയാണ്, സ്കില്ലാണ്. സോ ആ സ്കില്ല് നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസിംഗ് ആണ്. ഞാൻ തുടക്കത്തിൽ തന്നെ ഒരാളെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് മാറ്റാനൊന്നും പറ്റില്ല. ബട്ട് പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ്. അപ്പൊ ഓരോ കേസ് കഴിയുമ്പോൾ നിങ്ങൾ എന്തായി മാറും. ആ തുടക്കകാലത്ത് കുറച്ചധികം വർക്ക്ഔട്ട് ചെയ്യേണ്ടി വരും. ഓരോ കേസും പഠിച്ചും അതിലെ ലൂപ്പ് ഹോൾസ് തപ്പിയെടുത്തും ഒക്കെ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് മാറും. ഇപ്പൊ ഒരു പേഷ്യന്റ് നമ്മുടെ മുന്നിൽ വന്നിരുന്നിട്ട് അവരുടെ കഥ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതെവിടെ റൂട്ടിൽ വന്നു, ഇതെങ്ങനെ വന്നു. പിന്നെ കുറച്ചുകൂടി അഡീഷണൽ ആയിട്ട് നമ്മുടെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്ത് കഴിയുമ്പോഴേക്കും
ചിലപ്പോൾ ആ ഇൻഫർമേഷൻ ഗ്യാദർ കൂടെ ചെയ്ത് കഴിഞ്ഞ് ഈ അറ്റൻഡിങ് ആൻഡ് ലിസണിങ് കഴിഞ്ഞ് കഴിഞ്ഞ് അവരോട് കേസ് കോൺസെപ്റ്റലൈസേഷൻ ഉണ്ട്, ഇതാണ് നിങ്ങളുടെ പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങളല്ല ഇതിന്റെ കാരണം, ഇതിന് അവർ അടുത്ത സെഷൻ ആണല്ലോ ഒരു ഭാരം ഒഴിഞ്ഞ പോലെ ഉണ്ടായിരുന്നത്. സോ ആ ഒരു ലെവലിലേക്ക് എത്താൻ പ്രാക്ടീസ് തന്നെയാണ്, പഠിച്ചത് വെച്ചിട്ടുള്ള പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ അത്തരത്തില് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖല കണ്ടെത്തി, ഞാൻ പറഞ്ഞല്ലോ ഒരാളുടെ കീഴിൽ നിന്ന് തന്നെ പഠിക്കണം, എന്നിട്ട് അവിടെ നിൽക്കാതെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലേക്ക് മാറാൻ വേണ്ടിയും നോക്കാം. ഓക്കെ ആണല്ലോ. മെന്റർഷിപ്പ് ഇപ്പൊ ഒരു അഫ വെൽനസിന്റെ ചീഫ് സൈക്കോളജിസ്റ്റ് ആണ്. അപ്പോ ഈ അഫ വെൽനസ് ക്ലിനിക്കിന്റെ ഒരു മിഷൻ ആൻഡ് വിഷൻ എന്താ? വെരി സിമ്പിൾ മെന്റൽ ഹെൽത്ത് തന്നെയാണ് ആളുകൾക്ക് മെന്റൽ ഹെൽത്ത്. അതിലുപരി ഞാനൊരു വെറും ക്ലിനിക്ക് മാത്രമായിരുന്നില്ല ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്, എനിക്കൊരു പറ്റും നല്ല സൈക്കോളജിസ്റ്റിനെ വാർത്തെടുക്കണം എന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ ക്ലിനിക്കിൽ അന്നേ എന്താണ് ഒരു ക്ലാസ് റൂം ഉണ്ട്. ആ ക്ലാസ് റൂമിലൂടെ ഞാൻ ഈ റിയൽ കേസസ് വെച്ചിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പൊ മെയിൻ മെന്റൽ ഹെൽത്ത് തന്നെ. കാരണം ശരിയാണ്, സൈക്കോളജിസ്റ്റ് ആണ് ഫസ്റ്റ് ഉണ്ടായത്, സൈക്കോളജിസ്റ്റ് ആയിട്ട് റെപ്യൂട്ടഡ് ആയിട്ടും അതുപോലെ നല്ല സക്സസ്ഫുള്ളി റണ്ണിങ് ഒരു ഓർഗനൈസേഷൻ തന്നെയാണ്. എനിക്ക് അതിൽ നിന്ന് വെരി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എനിക്ക് ജീവിച്ചു പോകാനുള്ള വരുമാനം കാര്യങ്ങളൊക്കെ സൈക്കോളജിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പീപ്പിൾ മേ ബി നോ. ബട്ട് ഞാൻ അതിനല്ല പഠിച്ചത്. ഞാൻ വെറും സൈക്കോളജി പഠിപ്പിക്കാനല്ല ഞാൻ സൈക്കോളജി എന്ന ഇത്രയും മനോഹരമായിട്ടുള്ള വിഷയം പഠിച്ചത്. എനിക്ക് ആളുകളെ ട്രീറ്റ് ചെയ്യണം, എനിക്ക് ആളുകളുടെ മെന്റൽ ഹെൽത്തിന് ബൂസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രശ്നമുള്ള ആൾക്ക് എന്നെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ചെയ്യണം. 4 കേസൊക്കെ വന്ന് ഞാൻ കിറുന്നു കിട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒറ്റ സ്ട്രെച്ചിൽ 4 കേസ് എന്നൊക്കെ പറഞ്ഞ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു പ്രശ്നമുള്ള ഒരാള് വിളിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര അസർട്ടീവ് ആണ്. എല്ലാവരുടെ നോ ഒക്കെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല. എനിക്ക് ആകെ നോ പറയാൻ മടിയുള്ള ഒരു കാര്യം, മാം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, എനിക്കൊന്ന് കാണണമെന്ന് പറയുമ്പോൾ ഞാൻ 2 വട്ടം ആലോചിക്കും, അവരെന്നാ പോരും എന്ന് തന്നെയാണ് പറയാറുള്ളത്. അത് ഈ ഒരു വിഷയത്തിനോടുള്ള പാഷൻ തന്നെയാണ്. മെയിൻ ഒരു മിഷൻ ആൻഡ് വിഷൻ ഓഫ് അഫാസ് വെൽനസ് ഇസ് മെന്റൽ ഹെൽത്ത്. ആൻഡ് എന്താ പറയാ, ഒരു പറ്റും നല്ല സൈക്കോളജിസ്റ്റ് നമ്മളെടുത്തുനിന്ന് ഉണ്ടാവണം. അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്റെ മക്കൾ വളരെ കോൺഫിഡന്റോട് ആൻസർ പറയാൻ വേണ്ടി പറ്റണം. അപ്പം എല്ലാവരും വരുന്നുണ്ട്, അവർക്ക് വേണ്ടത് അവർ ഉണ്ടാക്കിയെടുക്കണം, നമ്മൾ കൊടുക്കും. പക്ഷേ ഇപ്പൊ നിങ്ങൾ എല്ലാവരും വന്നതിന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല. നിങ്ങളാണ് അതിന് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ 5 ദിവസത്തെ CBT ക്ലാസ്സാണ് എനിക്ക് കിട്ടിയത്. അവിടെ നിന്ന് ജൂലിബെക്കിന്റെ ബുക്ക് അരിച്ച് പെറുക്കി ഞാൻ പഠിച്ചെടുത്തിട്ടാണ് ഞാൻ വർക്കിലേക്ക് ഇറങ്ങിയത്. ഇന്ന് ഇവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇവർക്കും അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് നമ്മളെടുക്കുന്ന എഫർട്ട്. എന്തായാലും സ്പൂൺ ഫീഡ് ചെയ്യാറില്ല. ഇന്റേൺഷിപ്പിന് വന്നൊക്കെ പട്ടിപ്പണി എടുപ്പിച്ചിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരെ കൊണ്ട് പണി എടുപ്പിച്ചിട്ടുണ്ട്. റെക്കോർഡ് ഒരു നല്ല ഇയാളുടെ ഹൃത്യല്ലേ, അവളുടെയൊക്കെ റെക്കോർഡ് ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. കാരണം നല്ല വൃത്തിക്ക് അത്രയും പേജസ് എഴുതിയിട്ടുണ്ട്. 1 month അവരെന്ത് ചെയ്തു എന്നുള്ളത് അതില് കറക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണെന്നറിയോ, നിങ്ങൾക്ക് ആ ഒരു റെക്കോർഡ് തന്നെ മതി എന്ത് ചെയ്യാൻ, നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ റെഫർ ചെയ്യാനും. അത് നിങ്ങളുടെ മിസ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പോകുന്ന സമയത്ത് ഒരു കോൺഫിഡൻസ് എന്താണ് അറ്റൻഡ് ചെയ്യാന്ന്. അപ്പൊ മെയിൻ അത് തന്നെയാണ്, നമ്മുടെ കുട്ടികൾ ഒന്നും അറിയാത്തവരായിട്ട് പിന്നോട്ട് നിൽക്കരുത്. അവർ വളരെ കോൺഫിഡന്റില് മുന്നോട്ട് നിൽക്കാൻ പറ്റണം. അതുപോലെ തന്നെ എന്താണ്, എല്ലാവരുടെയും മെന്റൽ ഹെൽത്ത് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റൂല. പക്ഷെ നമ്മൾ എടുത്തു വരുന്നവരുടെ മെന്റൽ ഹെൽത്ത് എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റണം. ഓക്കെ മാം, എന്തെങ്കിലും പേഴ്സണൽ ആയിട്ട് പിന്നെ പ്രൊഫഷണൽ വൈസ് ആയിട്ട് എന്തെങ്കിലും ചാലഞ്ചസ് നേരിട്ടിട്ടുണ്ടോ? അത് വുമനാണ് ഏറ്റവും പ്രശ്നം. കാരണം ഐ തിങ്ക് കേരളത്തില് ഒറ്റയാൾ പട്ടാളം ഞാൻ മാത്രമായിരുന്നു എന്നുള്ളത് നല്ല ചാലഞ്ചസ് നേരിട്ടിട്ടുണ്ട്. കാരണം സൈക്കോളജിയുടെ ടീച്ചിങ് ആയിക്കോട്ടെ, ഞാൻ പല എന്താ പറയാ ഫേംസിനോടും എന്ത് ചെയ്യുന്നത്, കമ്പീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവിടെ ഞാൻ കോ ഫൗണ്ടർ ഒന്ന് ഞാൻ തിരുത്തിയത്, ദോലി ഫൗണ്ടർ ഓഫ് സൈക്കോയിസ്റ്റ് ആണ്. അവിടെ എല്ലാം ഞാനാ. അതില് കുറെ ഇപ്പോഴാണ് എനിക്കൊരു 4 സ്റ്റാഫ്സിനെ അഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത് 2 സ്റ്റാഫാണുള്ളത്. സോറി, ഒരു സ്റ്റാഫ്, ഒറ്റ സ്റ്റാഫ് ഫ്രണ്ട് ഓഫീസിൽ മാത്രം ഞാൻ. അവിടെ നിന്ന് 2 സ്റ്റാഫായി, ഇപ്പോ 4ആയി. അതിനിങ്ങനെ വളർന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും വരുമ്പോഴേക്കും വളർന്ന്
വരണം. സോ അതൊരു ചാലഞ്ച് തന്നെയാണ്. കാരണം A to Z നമ്മൾ നോക്കണം. അതിപ്പോ അക്കൗണ്ട്സ് മുതൽ ഒരു കുട്ടി മെസ്സേജ് അയച്ചാൽ ഇന്ന ടോപ്പിക് കിട്ടിയില്ല ഞാൻ രാത്രി ബുക്ക് എടുത്തിരുന്ന ടോപ്പിക് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയുള്ളടത്തുനിന്ന് ഇപ്പം ഐ ഹാവ് എ ടീം. അവര് കൂടെ വെരി എഫിഷ്യന്റ് ആയിട്ട് ഇപ്പൊ ഒരു റിനോവേഷനിലേക്ക് തന്നെ ഞാൻ എത്താനുള്ള കാരണം ഇവര് രണ്ടുപേരും തന്നെയാണ്. അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും മാത്രമല്ല കേട്ടോ, രണ്ടുപേരും കൂടി ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു ടീം വർക്ക് തന്നെയാണ്. അപ്പൊ ചാലഞ്ചസ് ഉണ്ട്, എസ്പെഷ്യലി ആ വുമൻ എന്നുള്ളൊരു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 9 to 5 വർക്ക് അല്ല. ഞാൻ ക്ലിനിക്കിൽ ഇപ്പൊ 8-9 മണി വരെ ഉണ്ടാവും. അതിന് വീട്ടിലെത്തിയാണ് ചിലപ്പോൾ പണിയെടുക്കേണ്ടി വരും. അത് പണിയെടുക്കണമെന്ന് വെച്ചാൽ എനിക്ക് തീരുമാനിക്കാം, പക്ഷെ എന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഞാൻ അവിടെ നോക്കുന്നത്. അപ്പൊ ഒരുപാട് ചാലഞ്ചസ് നേരിട്ടിട്ടുണ്ട്. മെയിൻ ആയിട്ടും നമുക്കറിയാലോ, സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫീൽഡിൽ നല്ല അടിയും ബഹളവും കുത്തിത്തിരിപ്പും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ വന്ന സമയത്ത് എന്താ പറയാ, നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യല്ലേ, ആ സമയത്ത് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. പക്ഷെ ഞാൻ അവിടെ എടുക്കുന്ന ഒരൊറ്റ സ്ട്രാറ്റജി ഉള്ളൂ. ഞാൻ മറ്റൊരാളിനെ താഴ്ത്തിയിട്ട് എനിക്ക് വളരാൻ പറ്റില്ല. എനിക്ക് വളരണമെങ്കിൽ എന്റെ പ്രോഡക്റ്റ് ഞാൻ എന്താക്കാം, ക്വാളിറ്റി കൂട്ടുക. അപ്പൊ ആളുകളെ എന്നിലേക്ക് ആകർഷിച്ചോളൂ. അല്ലാതെ എന്റെ പ്രോഡക്റ്റ് വാങ്ങാൻ നിന്റെ പ്രോഡക്റ്റ് ഞാൻ ചവിട്ടി താഴ്ത്തിയിട്ടോ അതിന് എന്താ പറയാ പിന്നെ ഇകഴ്ത്തിയിട്ടോ അതിനെ ഡിഫെയിം ചെയ്തിട്ടോ അതിന് പാര വെച്ചിട്ടോ കാര്യമില്ല. അവിടെ അറിയാതെ തന്നെ ഞാനും താഴ്ന്നു പോവും. നേരെ മറിച്ച് ഐ എം സീയിങ് യു ആസ് എ കോമ്പീറ്റർ. ഇവിടെ ഞാൻ എന്താക്കും, നീ എടുക്കുന്നതിലും എഫേർട്ട് എടുത്തിട്ട് ക്വാളിറ്റി കൂട്ടും. ആ ക്വാളിറ്റി കണ്ടിട്ട് ആളുകൾ ഡെഫിനറ്റ്ലി വരും. നമ്മൾ ചെയ്യുന്ന പണിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, പാഷനേറ്റ് ആവുക, അതിൽ ഹാർഡ് വർക്ക് ചെയ്യുക, എക്സൽ നമ്മൾ തേടി വരും. അല്ലാതെ മറ്റുള്ളവർ ചെയ്യുന്നത് നോക്കണം. യെസ്, ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കും. എന്തിനു വേണ്ടിയിട്ടാ? അതിലും ബെറ്റർ അല്ലെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻസ് എനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ പച്ചയ്ക്ക് നമ്മൾ സൈക്കോളജിസ്റ്റിനെ കുറ്റം പറഞ്ഞവരും ഇരുന്ന് പറയും, നമ്മളെ നോട്ട് അങ്ങനെയാണ്, നമ്മൾ നോട്ട് പഠിച്ച പാസ്സാല ടീച്ചേഴ്സ് വലിച്ചു കീറിയിടും. പിന്നെ ആൻസർ ഷീറ്റ് നമ്മളെ നോട്ടാണ്. അഫാഗാമിന്റെ വേർഡ്സ് അല്ല അതിലുള്ളത്, അത് ഇന്റർനാഷണൽ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളാണ് അതിലുള്ളത്. അല്ലാണ്ട് അഫാഗാമിന്റെ മുഴുവത്തുള്ള അതിലില്ല. ഓരോ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് നോട്ട്സ് ഉണ്ടാക്കുന്നതാണ്. എല്ലാവർക്കും നോട്ട് ഉണ്ടാക്കാനുള്ള കഴിവൊന്നും ഉണ്ടാവില്ല. പിന്നെ നിങ്ങളുടെ ബിസി സ്കെഡ്യൂൾ എനിക്ക് അറിയാം, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, പിന്നെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒക്കെയുള്ള അറിയാം. സോ അവിടെ നിങ്ങൾക്ക് നോട്ട്സ് ഉണ്ടാക്കാൻ ഒരു സമയം ഉണ്ടാവുമെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. പണ്ടത്തെ ലേബർ ഇന്ത്യ അങ്ങനെ അറിയാം, അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ലേബർ ഇന്ത്യ എന്താ ചെയ്യുന്നത്, പല ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുക്കുന്ന കാര്യങ്ങളാണ്. അത് കണക്ക് നിങ്ങൾ ഇന്റർനാഷണൽ നിങ്ങളുടെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോട്ട്സ് ഉണ്ടാക്കുന്നത്. അപ്പൊ അവര് ഞങ്ങൾ പറയുന്നവരോട് പറഞ്ഞിട്ട് ഈ പ്രാവശ്യം യു പീപ്പിൾ ഹാവ് സീൻ ഐ ഗെസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ MSc സൈക്കോളജിയിൽ 10 റാങ്കാ, 5 റാങ്ക് സൈക്കോളജി സ്റ്റുഡൻസിനാ, 5 എണ്ണം. അതാണ് നമ്മുടെ വീഴ്ച. നമ്മൾ എന്താക്കണം, നമ്മുടെ സക്സസ് നമ്മുടെ റിസൾട്ടിലൂടെ കാണിച്ച് കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ചാലഞ്ചസ്, യെസ്, ഞാൻ ആ വുമൻ എന്നുള്ള സാധനത്തില് കുറച്ച് പെട്ടുപോയിട്ടുണ്ട്. ബട്ട് ഒരു പട്ടി ബാക്കിലേക്ക് പോവാൻ ഞാൻ റെഡിയല്ലായിരുന്നു. അപ്പൊ ഈ ഒരു സെഷനിൽ ഇപ്പൊ നമുക്ക് കുറെ ഫീൽഡിനെ കുറിച്ചിട്ട് ഇൻസൈറ്റ് കിട്ടി, കുറെ ഇൻഫർമേഷൻസ് ഞാൻ പ്രൊവൈഡ് ചെയ്തു. ഇതൊക്കെ ഞങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. സോ